ഏതൊരു ജോലിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് പോകെ പോകെ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ചൊരു ഗ്യാപ്പ് എടുത്ത് ഒരു ഒരു ബ്രേക്കൊക്കെ എടുത്ത് കണ്ട് പിന്നീട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ജോലി നമ്മൾ പാഷനും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഹാപ്പി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഉള്ള ഒരു ജോലി നമുക്ക് ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോഴുള്ള മനസ്സിനുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ഫേസിലൂടെയാണ് കുറച്ചധിക ദിവസമായിട്ട് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോണ്ടൻറ് ക്രിയേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ കുറച്ചധിക ദിവസമായിട്ട് ഓരോരോ തിരക്കുകളായിട്ട് എനിക്കത് ചെയ്യാൻ കഴിയണില്ല. പക്ഷേ സമയം തീരെ കിട്ടിയിട്ടില്ല എന്നും ഞാൻ പറയണില്ല. പക്ഷേ നാട്ടിലേക്ക് വരുന്ന ആ ഒരു തിരക്കുകൾ കാരണം കുറച്ചൊരു ഗ്യാപ്പ് വന്നുപോയി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ട്രാക്കിലേക്ക് കയറാനാണ് പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. പ്രധാനമായിട്ടും വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സാധനം കാണിച്ചു കേട്ടോ. ഈ ഒരു ചിപ്സ് ഉണ്ടല്ലോ, ഇത് ചക്കൻ്റെതാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. കഴിക്കാത്ത ആൾക്കാരൊന്ന് വാങ്ങി കഴിച്ചു നോക്കണ്ടി. ശരിക്കും നമ്മൾ ചക്ക കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഒരു ക്രിസ്പി ആയിട്ടുള്ള ചക്ക കഴിക്കുന്ന ഒരു ഫീല്. പെട്ടെന്ന് ആ സീന് വന്നപ്പം ഞാൻ അതിനെ പറ്റിയൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്, തിരിച്ച് ട്രാക്കിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ ഒരു ഫേസിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ച് ഇത്തിരി പെർഫെക്ഷൻ കുറവായാലും വേണ്ടിയില്ല, എന്തായാലും ഒരു വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്തിടണം. കാരണം ഇനിയും നീണ്ടു പോയാൽ ചിലപ്പം ഒരു വലിയ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നാട്ടിലേക്ക് പോണതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇതെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ മക്കൾ സ്കൂളിലേക്കാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് TC ഒക്കെ വാങ്ങുകയാണ്. കുറച്ചധികം വർഷങ്ങളായിട്ട് ഇവരിവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് TC വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഫാമിലി വിസ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരൽ. ഒരു വർഷം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. മക്കളെ വെക്കേഷൻ കണക്കാക്കിയിട്ട് നാട്ടിലേക്ക് പോകും, പുതിയ വിസ എടുത്തിട്ട് തിരിച്ച് വരും, വീണ്ടും ഒരു വർഷം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇനി വരൽ. ഇപ്രാവശ്യം എന്തായാലും ഒരു പണി കിട്ടീന്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അതൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ഞാൻ വേറൊരു സംഭവം കാണിച്ചതരേ. നാട്ടിലേക്ക് പോണതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിന്. കാരണം എൻ്റെ വീടിൻ്റെ കുടിയിരിക്കൽ കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ബെഡ്ഷീറ്റുകൾ വീട്ടിലേക്ക് വാങ്ങിയത്. പിന്നെ വാങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആകെ നാട്ടിൽ പോയാൽ 1-2 മാസം നിൽക്കും, തിരിച്ച് സൗദിയിലേക്ക് വരും. അങ്ങനെയാണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ആ ഉള്ളത് തന്നെയാണ് യൂസ് ചെയ്യൽ. കാരണം വേറെ വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം എന്തായാലും കുറച്ചധികം തന്നെ നാട്ടിലേക്ക് നിൽക്കാൻ പോവുകയാണല്ലോ. എല്ലാ റൂമിലേക്കും ഇൻറ്റീരിയറിനനുസരിച്ചിട്ട് മാച്ചായിട്ട് ബെഡ്ഷീറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ഈ ഒരു കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ നിങ്ങളേറ്റും പാടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇങ്ങനെ പോണ വൈമൽ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഷോപ്പ് കണ്ടപ്പം ഇത് ബെഡ്ഷീറ്റ് ആണോ എന്താണെന്നറിയാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ കടയിൽ വരുന്നത്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഇനിയിപ്പോൾ പുതിയത് വന്നതാണോ ആദ്യം ഉള്ളതാണോ എന്നുള്ളതും എനിക്കറിയില്ല. എന്തായാലും ഈ കടയിലുള്ളത് മൊത്തം ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽസാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കണ്ട് നമ്മളെ ഇഷ്ടത്തിനുള്ള ഡിസൈനിൽ നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് തരും. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റിൽ നമുക്ക് അലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരും, അല്ലാതെയും ചെയ്തു തരും. പിന്നെ സാധാ നമ്മൾ ബെഡ്ഷീറ്റ് സെറ്റായിട്ട് വാങ്ങുന്ന സമയത്ത് പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ സെയിം ഡിസൈൻ ആണല്ലോ ഉണ്ടാവുക. ഇത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പില്ലോ ഒരു കളറ്, അതുപോലെ ബെഡ്ഷീറ്റ് ഒരു കളറ്, ഒരേ ഡിസൈനിൽ തന്നെ 2 കളറൊക്കെ ആക്കിയാണ്ട് ഇൻറ്റീരിയറിന് മാച്ചായിട്ടൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കടയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മാത്രമല്ല ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഓരോരോ ഡിസൈനുകളും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കിഡ്സിൻ്റെ മോഡലാണ് നമുക്ക് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവല്. ഇവിടെ കിഡ്സിൻ്റെ തന്നെ ഒരുപാട് ബെഡ്ഷീറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് മോഡലുണ്ട്. അതുപോലെ നമുക്ക് ഏത് സൈസാണോ വേണ്ടിയത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് വാങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മളെ ബെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലുള്ള വേറൊരു കാര്യം. ഈ ഒരു ഷോപ്പിൽ ബെഡ്ഷീറ്റ്സ് മാത്രമല്ല ഉള്ളത്,
ടേബിളിൻ്റെ മേലെ ഇരിക്കുന്ന ആ ഒരു സംഭവം, അതുപോലെ സോഫ കവർ, ഇതൊക്കെ ഇവരിവിടെ നമ്മളെ അളവിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തരും. കിഡ്സ് റൂമിലേക്ക് മാച്ച് ആയിട്ടുള്ള കംഫർട്ടർ കിട്ടാൻ ഇത്തിരി പണിയാണ്. കിഡ്സ് റൂമിൻ്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ചിട്ടുള്ള കംഫർട്ടർ കിറ്റിൽ കുറവാണ്. പക്ഷേ ഇവിടെ കിഡ്സ് റൂമിലേക്ക് മാച്ച് ആയിട്ടുള്ള കംഫർട്ടറും അവൈലബിൾ ആണ് കേട്ടോ. ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ബെഡ്ഷീറ്റ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ഇവിടെ വിരിച്ച് അലക്കിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ്സാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഇപ്പം പൊതുവേ ഒരു കണ്ടുവരുന്ന മോഡൽ എന്താ വെച്ചാൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് പൊതുവേ ഒരു ബെഡ്ഷീറ്റിൽ ഇപ്പോൾ മോഡലായിട്ട് വരുന്നത് കേട്ടോ. എനിക്കും എന്താ അറിയില്ല, പണ്ടൊക്കെ ബെഡ്ഷീറ്റ് എനിക്ക് പ്ലെയിൻ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനിയത്. എൻ്റെ കുടിരിക്കലിൻ്റെ സമയത്തൊക്കെ എനിക്ക് പ്ലെയിൻ കളേഴ്സ് എനിക്ക് ഇഷ്ടമുണ്ടേനിയത്. അപ്പോൾ അന്ന് ഞാൻ മൊത്തം വാങ്ങിയത് ഓരോ റൂമിലേക്കും പ്ലെയിനാണ്, ഒരു വർക്കും ഒരു ഡിസൈനും കാര്യങ്ങളും ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സാണ് ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ടേനിയത്. പക്ഷേ ഇപ്പം എൻ്റെ ടേസ്റ്റൊക്കെ മാറി. ഇപ്പോഴേക്ക് ഫ്ലോറൽ ഡിസൈനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉള്ളതാണ് എനിക്കിപ്പോൾ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് ഡിസൈൻ ഉള്ളതൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. ഇപ്പോൾ ഇതാ ഈ കാണുന്ന ഈ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ റൂമിലേക്ക് എടുത്തതാട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കളർ തീമൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും. കുറേ ആയി ഹോം ടൂറിനെ പറ്റി പറയുന്നത്. ഞാൻ എന്താ അറിയില്ല, എനിക്ക് ഹോം ടൂർ മാത്രം എഡിറ്റ് ചെയ്യാൻ കഴിയണില്ല. എന്താ അറിയില്ല, അതിൻ്റെ റീസണും ഒന്നും എനിക്കറിയില്ല. പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ മാത്രം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഹോം ടൂർ ചെയ്യും. അപ്പോൾ എൻ്റെ റൂമിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് കാണാം. അല്ലാതെ തന്നെ നിങ്ങൾ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ റൂം ഒരു ഗ്രേ കളറാണ്, ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ്. അപ്പോൾ ഞാൻ ആ റൂമിലേക്കുള്ള ബെഡ്ഷീറ്റൊക്കെ എടുക്കുമ്പം ആ ഒരു കളർ തീം നോക്കിയിട്ടാണ് ഞാൻ പൊതുവേ എടുക്കൽ. നേരത്തെ കണ്ട ഒരു ഫ്ലോറൽ ഒരു എന്താ പറയുക ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഗ്രേയും വൈറ്റും രണ്ട് ഇതാക്കിയിട്ടെടുത്ത് അതുപോലെ ഞാൻ മൊത്തം ഇങ്ങനെ അലാസ്റ്റിക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ഇങ്ങനെ ആവുമ്പം നമ്മൾ വിരിച്ചിട്ടാലും ഇങ്ങനെ പുറത്തേക്ക് വരില്ല. അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ ചെയ്തതാട്ടോ. ഇതിപ്പോൾ വേറെ റൂമിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഈ കാണുന്ന ഈ ഒരു പിങ്കും ഗ്രീനും കണ്ടോ, ഇതാണ് ഞാൻ മോളെ റൂമിലേക്ക് എടുത്തത് കേട്ടോ. പില്ലോ ഒന്നും ബെഡ്ഷീറ്റൊന്നും ഓളെ റൂം ഒരു പിങ്ക് ഗ്രീൻ ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷനാണ്. അപ്പോൾ പില്ലോ ഒന്നും അത് വന്നു അങ്ങനെ ആക്കിയിട്ടെടുത്ത്. പിന്നെ ഇതാ ഇപ്പം കാണുന്ന ഈ ഒരു രണ്ട് കളർ ഉണ്ടല്ലോ, ഒരു ബ്രൗൺ ആയിട്ടുള്ള ഇത് മക്കളെ രണ്ടാളെ റൂമും ഏകദേശം ഒരു ബ്രൗൺ വൈറ്റ് ഒരു തീമിലാണുള്ളത്. അപ്പോൾ ഞാൻ ഒരേ ഡിസൈനിൽ തന്നെ ഒന്ന് വൈറ്റിൽ ബ്രൗൺ ലൈന് വരുന്നതും ബ്രൗണിൽ വൈറ്റ് ലൈന് വരുന്നതും ആക്കിയിട്ട് അങ്ങനെ എടുത്തണ്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയാണ്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഒരു ലോഡ് ബെഡ്ഷീറ്റ് വാങ്ങിന്. എല്ലാ റൂമിലേക്കും 4 റൂമുണ്ട്, 4 റൂമിലേക്കും 2 വെച്ചുകാണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അതാ ഇത്രയും തോന്നെ ബെഡ്ഷീറ്റ് ആയത്. അപ്പോൾ ടോട്ടൽ 8 ബെഡ്ഷീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ കട ഒന്ന് കാണിച്ചു തരാം. സ്ഥലത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് പറയാൻ അറിയൂല. ഇവിടെ ഷറഫിയൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ ഈ സ്ഥലം. ഞാൻ കൈയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഇപ്പോൾ പേര് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആ കട. ഈ ഏരിയ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോണ പോക്കിൽ കാക്കൻ്റെ കൊളീഗിനെ കണ്ടിട്ടുണ്ടേനി. അപ്പോൾ ഇത് ഓരോ മോനാണ്. ഓൻ്റെ കയ്യിലൊരു ചെറിയ കുഞ്ഞ് ക്യാമറ ഉണ്ട്. അത് വെച്ച് കണ്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തതാട്ടോ. ഇതാണ് ആ ക്യാമറാമാന്. ഇതിപ്പോൾ വേറൊരു ദിവസം കാർഗോ അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. കാരണം ഞാനിത് പല സമയത്ത് ഇരുന്നുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് സൗണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ കാർഗോ അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നാട്ടിൽ കുറച്ചധികം തന്നെ നിൽക്കണോണ്ട് തന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാണ്ടേനി. ഇനിയിപ്പോൾ തീരെ തിരിച്ച് സൗദിയിലേക്ക് വരില്ല എന്നൊന്നും പറയണില്ല കേട്ടോ. മാക്സിമം തിരിച്ച് സൗദിയിലേക്ക് വരാനാണ് നോക്കും.
പക്ഷേ ഞങ്ങൾ പെർമനൻറ്റ് കിട്ടാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പെർമനൻറ്റ് വിസ കിട്ടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിക്ക് വരാനും ട്രൈ ചെയ്യും. പക്ഷേ ഒരിക്കലും ഇനി സിംഗിൾ എൻട്രിക്ക് തിരിച്ചങ്ങോട്ടേക്ക് ഒരു പോക്കില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ച് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കുറച്ചധികം നാട്ടിൽ നിൽക്കണോണ്ട് തന്നെ കുറച്ചധികം തന്നെ സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് 30 കിലോ ആണ് ഞങ്ങളെ ലഗേജിലുള്ളത്. പിന്നെ 7 കിലോ കയ്യിലും ഹാൻഡ് ലഗേജും. അപ്പോൾ അതൊക്കെ ഏകദേശം ഫില്ലായിണ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാർഗോ അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ 2 പെട്ടിയിലാക്കിയാണ്ട് നിറച്ച് തൂക്കി നോക്കിയപ്പോൾ മൊത്തത്തിൽ 42 കിലോ ഉണ്ട് കേട്ടോ. ഇത്ര ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേനി. പിന്നെ മോൻ്റെ ഒരു സ്കേർട്ടിങ് ഷൂ അങ്ങനെ കുറച്ച് വെയിറ്റുള്ള ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വെയിറ്റ് കൂടിയത്. പ്രധാനമായിട്ടൊന്നുമില്ല, കുറച്ച് ഡ്രസ്സുകളും പിന്നെ ഇവരെ ടോയ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് എൻ്റെ കിച്ചണിൽ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് വാങ്ങിയ കുറച്ച് പാത്രങ്ങൾ, പിന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യണ എൻ്റെ സെറാമിക്കിൻ്റെ ഐറ്റംസ്, പിന്നെ നിയോ ഫ്ലെയിമിൻ്റെ കുക്ക് വെയർ സെറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊന്നും ഞാൻ നാട്ടിലേക്ക് എടുത്തിട്ടില്ല, കാരണം നമ്മൾ കംപ്ലീറ്റ്ലി നിർത്തി പോരല്ലോ, തിരിച്ചങ്ങോട്ട് തന്നെ പോവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. ഞാനിത് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും പിന്നെ എന്തിനാ മക്കളെ TC ഇവിടുന്ന് സ്കൂളിൽ നിന്ന് വാങ്ങിയതെന്ന് തോന്നും. അതെന്താണെന്ന് വെച്ചാൽ കാരണം നമ്മൾ കുറച്ചധികം തന്നെ നാട്ടിലിപ്പോൾ ഏകദേശം ഒരു 5-6 മാസമെങ്കിലും നാട്ടിൽ നിൽക്കാൻ മതിയാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നും അറിയില്ല, ഹജ്ജ് കഴിഞ്ഞിട്ട് വിസിറ്റിംഗ് ഒക്കെ ഓപ്പൺ ആവണതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. എന്തായാലും മക്കളെ പഠിപ്പ് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് TC വാങ്ങി പോകുന്നത്, ഇവിടെ ചേർത്താന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോണത് വരെ ഇവരിവിടെ സ്കൂളിൽ പോയിക്കോട്ടെ എന്നാണ് ഇപ്പം വിചാരിച്ച് വെച്ചത്. ചിലപ്പം അത് നീണ്ടൊരു വർഷത്തോളം, ഒരു വർഷം ഇവിടെ തന്നെ പോകാൻ മതിയാവും, ചിലപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ മതിയാവും, ഒന്നും അറിയില്ല. എന്തായാലും TC വാങ്ങാനുള്ള ഉദ്ദേശം മക്കളെ പഠിപ്പ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കാർഗോ അയക്കലും പെട്ടി കെട്ടലും എല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഞങ്ങൾ പോണ ദിവസത്തെയാണ്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതുപോലെ നാട്ടിൽ പോണൊരു വീഡിയോ ചെയ്തിട്ട് അതിന് മാത്രം ദിവസമായോ എനിക്കിതാ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. കാരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവേണ്ടി വരും എന്നുള്ളത്. ഒരുപാട് വർഷങ്ങളോളായി ഞാനിവിടെ നിൽക്കണ്. മൾട്ടിപ്പിൾ ഫാമിലി വിസക്കാണ് ഞാൻ വരലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കിട്ടലുണ്ട്, ചിലപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെ കിട്ടലുണ്ട്. ഇതുപോലത്തെ ഒരു പ്രശ്നം ഇതുവരെ ആയിട്ടും ഉണ്ടായിട്ടില്ല. മക്കളെ പഠിപ്പിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് പെർമനൻ്റ് എടുക്കാനും അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നല്ലൊരു പെടലാണ് പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു സിംഗിൾ എൻട്രി വിസക്ക് തിരിച്ചിങ്ങോട്ടേക്കില്ല എന്ന് തീരുമാനം എടുത്തതും. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലഗേജിൽ ഈ ട്രൈപോഡ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഓരോ സാധനങ്ങളും കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് ഒരു പേടിയുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ മുംബൈ കണക്ഷനാണ് പോണത്. ഈ 18-ാം തീയതിൻ്റെ ഉള്ളിൽ എല്ലാവരും നാട്ടിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അഥവാ ഉണ്ടെങ്കിലും തന്നെ അത്രക്കും ഭയങ്കര റേറ്റ് കൂടുതലാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാം ഫുള്ളാണ്. ഞങ്ങൾ ഇനിയും പുതുക്കും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരേണ്ടി വന്നത്, അതും മുംബൈ കണക്ഷൻ. അപ്പോൾ മുംബൈയിൽ എപ്പോഴും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം മുംബൈയിൽ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ. അതേതായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഉള്ള സീനിലൊക്കെ കാണിക്കുക. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിലെത്തണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണതും ആകാശ് എയറിലാണ് കേട്ടോ. വേറെ എല്ലാ ഫ്ലൈറ്റുകളും നോക്കി, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ആകാശ് എയർ ആണ്, അതും മുംബൈ കണക്ഷൻ. മുംബൈയിൽ അവിടെ 3 മണിക്കൂർ വെയിറ്റിംഗും ഉണ്ട് കേട്ടോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ലോങ് ജേണിയാണ്. പിന്നെ ഈ ആകാശ് എയറിൽ ഫുഡും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോണ വൈമെന്ന് ഇവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്.
കാരണം ഇപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ ഡിലേ ആവണുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും ഏതാവും എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ സ്നാക്സും വാങ്ങി, പിന്നെ അൽബൈക്കിൻ്റെ സാൻഡ്വിച്ചും ബർഗറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടാണ് പോണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ആകാശ് എയർ ഹജ്ജ് ടെർമിനലിലാണ് ഉണ്ടാവുക, സാധാ എയർപോർട്ടിൽ നിന്നല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുഡ് വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. കാരണം ഇതുവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഹജ്ജ് ടെർമിനൽ വഴി അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഈ സൗദിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് വേറെ സൈഡും ഇത് വേറെ സൈഡും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടോ ഇല്ലയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പം കയ്യിൽ എന്തായാലും പിടിക്കാമെന്ന് വിചാരിച്ച് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അൽബേക്കിൻ്റെ സാൻഡ്വിച്ചും ബർഗറൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചത്. അതാവുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് യാത്രയിലാണെങ്കിലും പെട്ടെന്ന് സാൻഡ്വിച്ച് പോലത്തെ ഒക്കെ സംഭവമാണെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് അത് വാങ്ങാൻ പോയത്. അൽബേക്കിൽ പിന്നെ കയറിയാൽ എപ്പോഴും ക്യൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽബേക്കിൽ കുറച്ച് അധികം സമയം പോയി അത് വാങ്ങി വന്നപ്പോഴത്തേനും. അതുകൊണ്ട് നമ്മൾ ഒരു ഇത്തിരി ലേറ്റായിരുന്നു എയർപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു മഗ്‌രിബിൻ്റെ ഒക്കെ ഒരു സമയമാണ്. ആകാശം കണ്ടാലും മനസ്സിലാവും സൂര്യൻ അസ്തമിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യണ സമയത്ത് ഏകദേശം നാട്ടിലെത്തി 2 ആഴ്ചയോളം കഴിഞ്ഞിന് കേട്ടോ. ഓരോരോ നാട്ടിലെത്തിയത് മുതലേ ആ ഒരു ട്രാക്കിൽ കയറാൻ എനിക്ക് കഴിയണേ ഇല്ല. അതുമാത്രമല്ല ഇപ്പോൾ കുറച്ചധികം സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയണം, എന്ത് വോയിസ് ഓവർ ചെയ്യണം എന്നുള്ളതിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ആ ഒരു ട്രാക്കിൽ കയറാൻ കുറച്ച് പണിയുണ്ട്. എന്തായാലും സൗദിയിൽ നിന്ന് എനിക്ക് വീഡിയോ ചെയ്യണ മാതിരി ചെയ്യാൻ നാട്ടിൽ നിന്ന് കഴിയണില്ല. എന്തായാലും ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം കേൾക്കണ ഈ ഏപ്രിൽ 18 കഴിഞ്ഞതിന് ശേഷം കേൾക്കണ വാർത്ത എന്താ വെച്ചാൽ വീണ്ടും അവിടെ നിന്നോൽക്ക് അഥവാ നാട്ടിൽ പോകാൻ കഴിയാതെ നിന്ന ആൾക്കാർക്ക് പുതുക്കി കൊടുക്കണുണ്ട് എന്നാണ്. അത് ഏത് രീതിയിലാണ് എന്ത് രീതിയിലാണ് എന്നുള്ളതൊന്നും അറിയൂല. എന്തായാലും പുതുക്കി കൊടുക്കണുണ്ട് എന്നുള്ളത് കേൾക്കണുണ്ട്. അപ്പോൾ അങ്ങനെ നിന്നോൽക്കൊക്കെ എന്തായാലും നമ്മൾ പിന്നെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. കാരണം പല കാര്യങ്ങളും ഇനി കേട്ടിട്ടുണ്ട്. ഇനി ഇത് ഡേറ്റ് കഴിഞ്ഞ് അവിടെ നിന്നാൽ പിന്നെ ഒരിക്കലും സൗദിയിലേക്ക് പോകാൻ കഴിയൂല, പിന്നെ ഒരു ദിവസത്തിന് അത്രയും ഫൈന്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇനി കേട്ടിട്ടുണ്ട് ഇനിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ കൂടുതൽ നീട്ടി നിൽക്കാതെ 16-ാം തീയതിക്ക് തന്നെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ നാട്ടിലേക്ക് വരാമെന്ന് തീരുമാനം എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടില്ലേനോ, എൻ്റെ ഓരോ വീഡിയോൻ്റെ തായും കമൻറ്റ് ഇങ്ങനെ കാണലുണ്ട് വിസ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ചോദിച്ച ആൾക്കാരതൊക്കെ എന്തായി, നിങ്ങൾ നാട്ടിലെത്തിയോ, അല്ലാന്നുണ്ടെങ്കിൽ സൗദിയിൽ തന്നെ പുതുക്കി ഇവിടെ തന്നെ സൗദിയിൽ തന്നെ നിന്നോ, എന്താണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹജ്ജ് ടെർമിനൽ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇക്കാക്കല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു യാത്ര എനിക്ക് കുറച്ചൊരു പേടിയുണ്ടേനി. കാരണം ബോംബെ കണക്ഷൻ ആയതുകൊണ്ട് എവിടെയും ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അവിടെ. കാരണം നമ്മളിപ്പോൾ ഖത്തറാണെങ്കിലും ഒമാനാണെങ്കിലും ദുബായ് ആണെങ്കിലും എവിടെ കണക്ഷൻ എടുത്ത് പോവുകയാണെങ്കിലും നമുക്ക് ലഗേജ് നാട്ടിലെത്തിയിട്ട് എടുത്താൽ മതി. പക്ഷേ ബോംബേൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ബോംബെയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ലഗേജ് എടുത്തിട്ട് അടുത്ത ടെർമിനലിലേക്ക് ഈ ലഗേജും കൊണ്ട് വേണം നമ്മൾ പോകാൻ. എന്നിട്ട് ലഗേജ് അവിടെ ഇട്ടതിൻ്റെ ശേഷം വേണം നാട്ടിലെത്തിയിട്ട് അവിടെ നിന്നും ലഗേജ് എടുക്കണം. അപ്പോൾ അങ്ങനെ ഈ ബോംബെയിൽ നിന്ന് ലഗേജ് എടുക്കുന്നതും പിന്നെ ഈ ടെർമിനലിൽ ഇറങ്ങി മറ്റേ ടെർമിനലിലേക്ക് പോണതും ഒക്കെ ആലോചിച്ചിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടേനി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഫാമിലീസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓരെ പരിചയപ്പെട്ട് ഓരോടൊന്ന് ഹെൽപ്പൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എയർപോർട്ടിൽ എത്തിയത് കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എൻ്റെ മാതിരി സഹായം ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമെന്ന് വിചാരിച്ച് കണ്ട് വന്നത്. അഥവാ ഒരുപാട് ഫാമിലീസ് ഇപ്പോൾ ഈ 18-ാം തീയതിൻ്റെ ഉള്ളിൽ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹസ്ബൻഡ്സ് ഇല്ലാതെ ഒരുപാട് ഫാമിലീസ് വൈഫുമാർ മാത്രമായിട്ട് വന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എയർപോർട്ടിലെത്തിയപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേനി എങ്ങനെയാണ് ബോംബെയിൽ എത്തിയാൽ ലഗേജ് എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ ഉള്ളത് പരസ്പരം ചോദിക്കുകയാണ്.
ആർക്കും ഒന്നും അറിയാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും ചോദിച്ചും ഒക്കെ പലവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് കണ്ട് നാട്ടിലെത്തി. അതൊക്കെ വഴിയേ വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏതായാലും ബോർഡിങ്ങും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷം ഞങ്ങളിതാ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ബസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ 4 ആൾക്കും 4 ഹാൻഡ് ബാഗേജ് ഉണ്ട്. അപ്പോൾ ഈ ഹാൻഡ് ബാഗേജൊക്കെ എനിക്ക് ലഗേജിലേക്ക് ഇട്ട് തന്നതുകൊണ്ട് തന്നെ കൈ എന്തായാലും ഫ്രീ ആണ്. കയ്യിൽ പെട്ടിയൊന്നും പിടിച്ച് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതെന്തായാലും സുഖമായിട്ട് തോന്നി. കാരണം മെയിനായിട്ട് ഈ ഫ്ലൈറ്റിലേക്ക് ഈ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഈ പെട്ടിയൊക്കെ പിടിച്ച് കയറലും ഫ്ലൈറ്റിൻ്റെ മേലേക്ക് എടുത്ത് വെക്കലൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടെ പ്രത്യേകിച്ച് ആരും ഇല്ലാതെ ഇങ്ങനെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ ഹാൻഡ് ബാഗേജും എനിക്ക് ലഗേജിലേക്ക് ഇട്ട് തന്നു. അതുകൊണ്ട് എനിക്ക് ഹാൻഡ് ബാഗേജിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റിലൊക്കെ കയറി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളവിടെ മുംബൈയിലെത്തിയതാണ് കേട്ടോ. വിചാരിച്ച സമയത്തിനേക്കാളും മുന്നേ ഇവിടെ ലാൻഡ് ചെയ്താണ്. അതെന്തായാലും നന്നായി. കാരണം ഇവിടെ 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും പോരേനി, ആ സമയമൊന്നും പോരേനി കേട്ടോ. ഇവിടെ ഞങ്ങളിപ്പോൾ ടെർമിനൽ 2 ഇറങ്ങിയിട്ട് ടെർമിനൽ 1 ഇനി നടന്നു പോകണം. അതും ലഗേജൊക്കെ ഇവിടുന്ന് എടുത്തതിൻ്റെ ശേഷം വേണം ടെർമിനൽ 1 പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എമിഗ്രേഷനിലാണ് നിൽക്കുന്നത്. ഭയങ്കര വലിയ ക്യൂ ആണ്. ഞങ്ങൾ വിചാരിച്ചത് ടെർമിനൽ 2 ഇറങ്ങിയിട്ട് ടെർമിനൽ 1 ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകണം എന്നാണ് വിചാരിച്ച് വെച്ചത് കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നാണ് കാര്യം മനസ്സിലായത്. ഞങ്ങൾ ഇവിടുന്ന് ലഗേജൊക്കെ എടുത്ത് ടെർമിനൽ 1 തിരഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ലേഡീസ് മാത്രമേ ഉള്ളേനി. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവിടുന്ന് ഒരാളോട് ചോദിച്ച് ടെർമിനൽ 1 എങ്ങനെയാ പോവാന്നുള്ളത്. അപ്പോൾ അവർ വഴി പറഞ്ഞത് എങ്ങോട്ടാ അറിയോ? എയർപോർട്ടിൻ്റെ പുറത്തേക്കുള്ള വഴിയാണ് പറഞ്ഞത്. ഇപ്പം ഈ കാണുന്നത് ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ബസ്സിൽ കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഈ ബസ്സിൽ കയറിയിട്ട് വേണം ടെർമിനൽ 2 പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു 1.5 വെയിറ്റിംഗ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് നാട്ടിൽ ചൂട് എന്താണെന്ന് മനസ്സിലായത്. പറയുമ്പം ഇത് രാവിലെ സമയമാണ്, എന്നിട്ട് പോലും ഭയങ്കര ചൂട്. കൂടുള്ള ആർക്കും എല്ലാവരും പറയുന്നുണ്ട് സഹിക്കാൻ കഴിയണില്ല, ഇനി അത്രക്കും ചൂടേനി. കാരണം എന്താന്ന് വെച്ചാൽ സൗദിയിൽ അവിടെ തണുപ്പുള്ള സമയത്താണല്ലോ ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. പെട്ടെന്ന് ചൂടിലേക്ക് വന്നപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലേനി. പിന്നെ അത്രയും നേരം ക്യൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾ ടെർമിനൽ 2 എത്തിയത്. അവിടെ എത്തിയിട്ട് വീണ്ടും എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഈ കാണുന്ന ഇത്രയും ക്യൂ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ കയറിയത് കേട്ടോ. അവിടെ കയറി ലഗേജൊക്കെ പോയി കഴിഞ്ഞ് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് അവിടെ എത്തിയപ്പോൾ തന്നെ 3 മണിക്കൂറൊക്കെ ഏകദേശം ആയി. ഞങ്ങൾ എത്തലും ആ ഫ്ലൈറ്റിലേക്കുള്ള ബസ് വരലും അതിൽ കയറലും ഫ്ലൈറ്റിൽ കയറലും ഒക്കെ കൂടെ ഒരു തിരക്ക് പിടിച്ചൊരു പരിപാടിയേനി. കാരണം അത്രയും 3 മണിക്കൂർ ഞങ്ങളിതാ എവിടെ ഇരുന്നിട്ടോ ഇരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. നല്ലോണം ടയേർഡായിട്ടുണ്ടേനി. അപ്പം തീരുമാനിച്ചതാണ് ഇനി മേലാൽക്ക് ബോംബെ കണക്ഷൻ എടുക്കൂല എന്നുള്ളത്. പിന്നെ ഇവിടുന്ന് എനിക്കൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ജിദ്ദേന്ന് തന്നെ എൻ്റെ ഹാൻഡ് ബാഗേജും ലഗേജിൽ ഇട്ട് തന്നതുകൊണ്ട് തന്നെ അത്രയും സംഭവങ്ങൾ ഇവിടുന്നും എനിക്ക് ഓരങ്ങനെ അത്രയും ബോക്സ് ഉണ്ട് എന്നുള്ള രീതിക്ക് എനിക്ക് ഇവിടുന്നും ലഗേജിൽ പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. കൂടെയുള്ള കുറേ ആൾക്കാരെ ഹാൻഡ് ബാഗേജിലുള്ള പല സാധനങ്ങളും ഇവിടെ ബോംബെയിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. അതുവരെ ഒരു ഓട്ടേനി കേട്ടോ. ഈ ഒരു യാത്രക്ക് എൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണൂല്ലേ എന്നുള്ളത് എനിക്കറിയൂല. കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയായിട്ടുണ്ടായിരിക്കും. കാരണം കുറേ ഫാമിലീസ് ഉണ്ടേനി. അങ്ങനെ ഇവിടുന്ന് യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. ഇനി കൊച്ചിയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് കാറിൽ യാത്ര ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ആ കാറിലുള്ള യാത്ര ആലോചിച്ച് കണ്ട് ഞാൻ ആകെ ബോധം പോയ അവസ്ഥയിനി. കാരണം ഇനി അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വേണമല്ലോ വീട്ടിലെത്താനും എന്നുള്ള ഒരവസ്ഥയിലേനി. പോണ വൈമെന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത്. അത്രയും നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടേനി. അതുകൊണ്ട്
അത്ര വലിയ യാത്രാ ദൂരമൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതപ്പം വീട്ടിലെത്തിയപ്പോൾ ഇമ്മൻ്റെ വക ഇലൂനൊരു ഗിഫ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിന്. കാരണം മാർച്ച് 31 ഓളെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ കഴിയാത്തത് ഓള് ഫസ്റ്റ് വരുന്ന ദിവസം തന്നെ ഓക്ക് സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. കേക്ക് മുറിക്കാൻ കഴിയാത്തത് എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ മുറിക്കാത്തതല്ല, ഇമ്മ കേക്ക് മേക്കറാണ് എന്ന് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞാണ്. അപ്പോൾ ഇമ്മക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലേനി ഞങ്ങൾ അവിടെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഓള് വരുന്ന ഫസ്റ്റത്തെ ദിവസം തന്നെ അതിന് പകരമായിട്ട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിന്. കേക്കും അതേപോലെ ഒക്കെ ഒരു ഡ്രസ്സും ഉണ്ടേനി. ഡ്രസ്സിന് മാച്ചാക്കി കണ്ടാണ് ഇമ്മ കേക്കൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും ഈ ഒരു സർപ്രൈസ് ഇലൂന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടേനി. ഇത് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് ഞങ്ങൾ എത്തി ഫ്രഷായി കുറേ നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കേട്ടോ ഈ കേക്ക് ഉള്ളത് അറിഞ്ഞത്. എന്തായാലും ഇലു ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കാൻ പോവാണ്. അങ്ങനെ കുറേ ദിവസം വെച്ച് കണ്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ സമാധാനത്തിൽ ഞാനിവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.